നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് എല്ലാ ബഹുമാനം കൊടുത്ത് നിർത്തുന്ന നമ്മുടെ നാട്ടിലെ ഒരു സീനിയർ അംഗം, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരി നേരെ അപ്പുറത്ത് പോയി നമ്മുടെ വീടിനെ തകർക്കാൻ, കുടുംബത്തിലെ എല്ലാവരെയും കൂടെ തകർക്കാൻ, ഈ നാടിനെ തകർക്കാൻ നിൽക്കുന്നവരുടെ കൂടെ ചേരുന്നത് ശരിയായൊരു കാര്യമല്ല. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന് ഇപ്പോഴും വരുന്ന അവർ ഇത് കണ്ടപ്പോൾ, ഈ വാർത്ത കണ്ടപ്പം അതിനകത്ത് ഞെട്ടൽ ഉൾക്കൊള്ളാൻ പറ്റാതെ നേരെ പാർട്ടി ഓഫീസ് വന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കണികയെങ്കിലുള്ള ആൾക്ക് മനസമാധാനത്തോടെ നിൽക്കാൻ കഴിയില്ല, അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും. രാഷ്ട്രീയമല്ലേ, ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസ്സിന് ഒപ്പം നിൽക്കുന്നവർ കോൺഗ്രസ് ആയിട്ടും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവർ ഇടതുപക്ഷമായിട്ടും അല്ലേ രാഷ്ട്രീയം വരും. അപ്പോൾ നാട്ടിലെ സാധാരണക്കാർ ഇപ്പം ഇന്ന് ഞാനൊരു ചെറിയ ഒരു കടയിൽ ചെറിയ ചായക്കട, അപ്പം ഞാൻ അവിടുത്തെ ഇച്ചിരി പ്രായമായ ഒരു ഒരമ്മയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ മനസ്സിലായോ? ഒരു വീട്ടിൽ പോയപ്പോഴാണ് മനസ്സിലായി. പിന്നെ ഞങ്ങൾക്ക് ഞാനല്ലോ സാറല്ലേ 400 രൂപ ഗവൺമെൻറ്റില്ലേ ഇപ്പോൾ കൂട്ടി തന്നേ. ഞാൻ പറഞ്ഞു ഈ ഗവൺമെൻറ് ചെയ്തൊരു കാര്യം അവർ പറഞ്ഞതാണ്. എന്നെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഈ ഗവൺമെൻറ് ഇപ്പം ഞങ്ങൾക്ക് 400 രൂപ കൂട്ടി തന്നില്ലേ, അത് ക്ഷേമ പെൻഷനാണ്. ഇവർക്കൊരു 85 വയസ്സെങ്കിലും കാണും. ഈ ഗവൺമെൻറ്റിനെ പറ്റി ആളുകൾ അങ്ങനെ ധരിക്കുന്നത് ഈ സാധാരണക്കാരുടെ കാര്യത്തിൽ നിൽക്കുകയാണ്. ഇവിടെ 18 മാസക്കാലം പെൻഷൻ കൊടുക്കാതെയും ഇത് മൊത്തം തകർക്കാനും ഒക്കെ നിൽക്കുന്ന ആളുകളാണ് നല്ലതെന്ന് വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമാണ്. നിങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാനിപ്പോഴും കരുതുന്നില്ല. കാരണം ഇങ്ങനെ വന്നൊരു സംഭവം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അതെന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം. രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലെ. അല്ല, ബഹുമാനം കൊടുക്കുന്ന ഒരാൾ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ വ്യക്തിപരമായിട്ട് മോശപ്പെടുത്തി പറയുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായ രാഷ്ട്രീയം കാണിക്കുന്ന കോൺഗ്രസിൻ്റെ കൂടെ സഹകരിക്കുന്ന ആളുകൾ ആ രാഷ്ട്രീയമില്ല. കേരളത്തിലെ ആളുകളെ തകർക്കാനും കേരളത്തിലെ ക്ഷേമ പെൻഷനായാലും കേരളത്തിലെ വികസനമായാലും കേരളത്തിലെ പൊതുകാര്യങ്ങളും എല്ലാം തകർക്കാൻ നിൽക്കുന്ന ഒരാളെ ഒരു സംഘത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടെ പോയി ചേരുക എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയമാണ്. അത് കേരളത്തിലെ ഈ മുഴുവൻ ആളുകളും. ഞാൻ വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് എല്ലാ ബഹുമാനം കൊടുത്ത് നിർത്തുന്ന നമ്മുടെ നാട്ടിലെ ഒരു സീനിയർ അംഗം, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരി നേരെ അപ്പുറത്ത് പോയി നമ്മുടെ വീടിനെ തകർക്കാൻ, കുടുംബത്തിലെ എല്ലാവരെയും കൂടെ തകർക്കാൻ, ഈ നാടിനെ തകർക്കാൻ നിൽക്കുന്നവരുടെ കൂടെ ചേരുന്നത് ശരിയായൊരു കാര്യമല്ല. അതിനെന്തോ അപ്പോൾ അത് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നതല്ല വേണ്ടത്. അത് അവർക്ക് അവിടെ പോയിട്ടായാലും അതിൻ്റെ വിഷമം ഉണ്ടാവും. അങ്ങനെ അവർക്കങ്ങനെ ഇവരെ ഇത്രയും കാലം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന, മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും അവരെ നല്ലതായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ള തരത്തിലാണ്. അല്ലാതെ വ്യക്തിപരമായ ബഹുമാനത്തില്ല. വ്യക്തികളെന്ന നിലയിൽ ഞാൻ നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തൊന്നല്ല വിമർശിക്കുന്നത്. അങ്ങനെ വിമർശിക്കുന്ന പരിപാടി നമുക്കില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ പറയാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയത്തിലുണ്ടല്ലോ. ഇപ്പോൾ ഇതുവരെ ചെയ്ത എന്തോ നന്മയുണ്ടെങ്കിലും ആ നന്മ മുഴുവനും പോകുന്ന തരത്തിലേക്കുള്ള ഒറ്റ പ്രവർത്തനം മതിയല്ലോ. പിന്നെന്തോ നന്മയാണ്? ആ നന്മ നമ്മളെങ്ങനെ പെരുമാറുന്നു, ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നേരെ പോയിട്ട് നമ്മളെ നാടിന് ദോഷകരമായ ഒരു കാര്യം എടുക്കാൻ തീരുമാനമെടുക്കാൻ പോകുന്ന ആളുകളെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതൊക്കെ ഈ അണികളും നേതാക്കളും ശരി, അണികളാണ് നേതാക്കന്മാരെ ഉണ്ടാക്കുന്നത്. അണികളാണ് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. ഞാനതാ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവാൻ പറ്റുന്നത് തന്നെ വളരെ കുറച്ച് ആളുകളാണ്. ഒന്നിലും ആവാൻ പറ്റാത്ത എത്രയോ പേരാണ്. ഇന്നലെ ഒരു സഹ വന്നിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ മുദ്രാവാക്യം വിളിച്ചിട്ട് ജയിലിൽ പോയതാണ്. ഇങ്ങനെയുള്ള സഹകൾ ഇത് കണ്ടപ്പോൾ ആകെ അന്തം വിട്ടിട്ട് വിഷമിച്ചു വന്നു. വനിതാ സഹ അവർക്കൊക്കെ എന്താ വ്യക്തിപരമായി കിട്ടിയിട്ടുള്ളത്? അവരുടെ സൗകര്യം എന്താ? അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന് ഇപ്പോഴും വരുന്ന അവർ ഇത് കണ്ടപ്പോൾ, ഈ വാർത്ത കണ്ടപ്പം അതിനകത്ത് ഞെട്ടൽ ഉൾക്കൊള്ളാൻ പറ്റാതെ നേരെ പാർട്ടി ഓഫീസ് വന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ. അതാണികൾ. ഇപ്പം ഞാനൊന്ന് മര്യാദക്കൊരു കാര്യം കാണിച്ചാൽ എൻ്റെ കൂടെ എല്ലാ അർത്ഥത്തിലും കൂടെ നിൽക്കും. ഞാനും അങ്ങനെയാണ്, ബാക്കിയുള്ളവർ അങ്ങനെ ആവണം. അല്ലാതെ അണികൾ മാത്രം നിങ്ങളുടെ നയം മൊത്തം കോൺഗ്രസിന് അനുകൂലമായ പിന്നെ അണികൾ കാണും, ജനങ്ങൾ സാധാരണ കാണും. ഇല്ല, അതല്ല പ്രശ്നം. പക്ഷേ ഒരിക്കലും ആ തരത്തിൽ കാണിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാ പോയെന്ന് അറിഞ്ഞോളൂ. അത് വ്യക്തിപരമായി അങ്ങനെ അബദ്ധത്തിലാണ് പോയി ചാടിയെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. ഞാൻ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഒരിക്കലും പോകാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത ഒരു അബദ്ധത്തിൽ പോയി ചാടാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അത് അങ്ങനെ പോകുമ്പം ചെന്ന സ്ഥലത്ത് ആ തരത്തിലൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ നല്ല തരത്തിൽ എല്ലാ പരിഗണനയും കൊടുത്ത്, ഒരു സഖാവെന്ന നിലയിൽ എല്ലാ പരിഗണനയും കൊടുത്താണ് ഒരു MLA ആയിട്ടൊക്കെ ദീർഘകാലമൊക്കെ ഇതെന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് സാമാന്യം നല്ലതുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലുള്ള പൊതുപ്രവർത്തനം നിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ പൊതുപ്രവർത്തനം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് വരുന്നവരും അല്ലാത്തവരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർ നമ്മളൊരു ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പം
ഇത്തരം വേദികൾ മറ്റേ സ്ഥിരമായ പ്രവർത്തനമുണ്ടല്ലോ 2 തരത്തില്ല. അപ്പം എന്നാലും പ്രവർത്തിക്കാൻ പറ്റുന്നതായിരുന്നു. അതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞങ്ങൾ പറഞ്ഞില്ല, പാർട്ടി നേതാക്കന്മാരൊക്കെ ഞാൻ വളരെ മിനിമമായ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. എന്നാലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ദുരിതം ഉണ്ടാക്കുന്നതാണ് UDF. ആ UDFിനകത്ത് സാധാരണഗതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കണികയെങ്കിലുള്ള ആൾക്ക് മനസ്സമാധാനത്തോടെ നിൽക്കാൻ കഴിയില്ല, അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല, അവർക്ക് വല്ലാത്ത മാനസിക സംഘർഷമാകും. കാരണം ഒരു ആത്മാർത്ഥതയും ഒരാളോടെയും അതിനകത്തേക്ക് നേതാക്കന്മാരോട് പോലും കാണിക്കാത്ത പ്രസ്ഥാനങ്ങളൊക്കെയാണ്. ഞാൻ ആ പ്രസ്ഥാനത്തെ കുറ്റം പറയില്ല. അങ്ങനെ അവരുടെ രാഷ്ട്രീയം സാധാരണക്കാരുടെ രാഷ്ട്രീയമല്ല ഈ UDFിൻ്റെ. അത് ഞാൻ പറയുന്നത്. അത് കാണുമ്പോൾ വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായുണ്ട്. എല്ലാ പരിപാടിക്കും വിളിക്കുമായിരുന്നു. ഇടയ്ക്ക് കുറേ ആൾ സുഖമില്ലെന്ന് പറഞ്ഞ് പോയി പരിപാടികളൊക്കെ നോക്കിക്കണം. പരിപാടികൾ വിളിക്കുന്ന എല്ലാ പരിപാടികളും പഴയ നോട്ടീസുകളൊക്കെ നോക്കിക്കോളൂ. നോട്ടീസ് അടിക്കും. അപ്പം കുറച്ച് നാൾ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു. അപ്പം വ്യക്തിപരമായ ഒരിക്കലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നതായിരുന്നു പെരുമാറിയിട്ടേ ഇല്ല. പിന്നെ നമ്മളവരെല്ലാം എപ്പോഴും ആ ലോയർ സ്റ്റുഡിൻ്റെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള മാധ്യമ സെമിനാറിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പെക്റ്റഡ് ആയിട്ടൊരു പൊസിഷനായിട്ടാണ് കാണുന്നത് ഈ അതുപോലെ മഹിളാ അസോസിയേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശ്വാസമെല്ലാം ഏൽപ്പിച്ചതാണ്. എന്താണ് അങ്ങനെ തോന്നിയതെന്ന് അറിയില്ല. എന്താണ് കാരണം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ സഹാക്കൾക്ക് മാത്രമല്ല നാട്ടുകാർക്ക് പൊതുവെ മനസ്സിലായിട്ടില്ലെന്ന് എൻ്റെ വിചാരം. എല്ലാവർക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പോയത്, അതിനു വേണ്ടി ഒരു കാര്യമുണ്ടോ എന്നുള്ള സംശയം ആളുകളുടെ മനസ്സിൽ നിൽക്കുക. അപ്പോൾ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും. പക്ഷേ ജനങ്ങളും നമ്മൾ ഇത്രയും കാലം നമ്മളെ പിന്തുണച്ച ആളുകളില്ല, ഈ നാട്ടിലെല്ലാവരും ഇല്ല, രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി അവരുടെ മനസ്സിലൊക്കെ ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ. അതേ ഉള്ളൂ.